കൂർക്ക കൃഷിയുടെ നടീൽ വസ്തുവായ കൂർക്കത്തല മുതൽ ഓടത്തോട്ടി വരെ വിപണിയിൽ സുലഭമല്ലാത്ത വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് സമ്പന്നമായി കക്കാടിലെ നാട്ടുചന്ത. കക്കാടിലെ കൂട്ടം സാംസ്കാരിക വേദിയാണ് ജനകീയ പങ്കാളിത്തത്തോടെ നാട്ടുചന്ത ഒരുക്കിയത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യകാല ഗ്രാമീണ ജീവിതത്തിൻ്റെ നിത്യകാഴ്ചയായിരുന്ന നാട്ടുചന്തയ്ക്ക് പുനർജന്മം നൽകിയിരിക്കുകയാണ് കക്കാട് ഗ്രാമം. കക്കാടിലെ കൂട്ടം സാംസ്കാരിക വേദിയാണ് ജനകീയ പങ്കാളിത്തത്തോടെ നാട്ടുചന്ത ഒരുക്കിയത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന ചൊല്ലുപോലെ സകലവിധ സാധനങ്ങളും ഒരുക്കി പുതുതലമുറയ്ക്ക് വേറിട്ട അറിവ് പകർന്നു. ചന്തയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൂർക്ക കൃഷിയുടെ നടീൽ വസ്തുവായ കൂർക്കവള്ളി മുതൽ ഓട കൊണ്ടുള്ള തോട്ടി, പഴയ തലമുറ ഉപയോഗിച്ചിരുന്ന വിവിധതരം പണിയായുധങ്ങൾ, നാണയങ്ങൾ, പഴയകാല ആശയവിനിമയ മാർഗങ്ങൾ, നാട്ടിലെ ആദ്യകാല പരിപാടികളുടെ പോസ്റ്ററുകൾ, സപ്ലിമെൻറ്റുകൾ, പുസ്തകങ്ങൾ, കത്തുകൾ, കോഴിവളം, വളർത്തുമീനുകൾ, അച്ചാറുകൾ, ചായപ്പൊടി തുടങ്ങിയവയെല്ലാം ചന്തയിൽ ലഭ്യമായിരുന്നു. വിവിധ വളർത്തുജീവികളുടെ 50-ലധികം ഇനം തീറ്റകളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരുന്നു. പൊതുവിപണിയിൽ ലഭിക്കാത്ത 8 മീറ്ററോളം നീളമുള്ള 30ഓളം ഓടത്തോട്ടികൾ ചൂടപ്പം പോലെയാണ് വിറ്റ് തീർന്നത്. നമ്മൾ ഈ കക്കാടിന്റെ സാംസ്കാരിക സാമൂഹ്യ സന്നദ്ധ രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘമായിട്ട് കൂട്ടം സാംസ്കാരിക വേദി. അപ്പൊ അതിന്റെ പ്രവർത്തകരിൽ ഉദിച്ച ഒരു ആശയമാണ് നാട്ടുചന്ത എന്ന ഈ ഒരു സംഭവം. നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ സൗന്ദര്യവും പൈതൃകവും ഒരുമയും സ്നേഹവും ഐക്യവും ഒക്കെ കൂട്ടിയിണക്കുക, തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. മാത്രമല്ല, ആളുകൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഇടങ്ങൾ പൊതുവെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. അപ്പോൾ ആളുകൾക്ക് ഒരുമിച്ച് ചേരാൻ ജാതി, മത, രാഷ്ട്രീയ, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ആളുകൾ ഒന്നിപ്പിക്കാനും, അപ്പോൾ ഗ്രാമചന്തകള്, ഓണച്ചന്തകളൊക്കെ എല്ലായിടത്തും വ്യാപകമായിട്ട് സംഘടിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തികച്ചും ഗ്രാമീണമായി പ്രാദേശികമായിട്ട് ആളുകൾക്ക് ഒരുമിക്കാനുള്ള വേദി, അതിനുള്ള സ്ഥലവും സൗകര്യവും അതിനുള്ള സന്ദർഭങ്ങളും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം. അതുകൊണ്ട് അതിനുള്ള ഒരു ഇടം എന്നുള്ള സ്പേസ് കണ്ടെത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഞങ്ങൾ. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് സത്യത്തില് കക്കാടിലെ പതിറ്റാണ്ടായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കൂട്ടം കക്കാട്. എല്ലാ നന്മകളിലും കൂട്ടം കൂടുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഐഡിയ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അതിന് ഒരുപാട് പരിപാടി ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും കൂട്ടത്തിന്റെ ആളുകൾ ഒരു നാട്ടുചന്തനെ പറ്റി സംസാരിച്ചപ്പോൾ അത് വളരെ അധികം പ്രോത്സാഹനമാണ് നമ്മളെല്ലാവരും, നാട്ടുകാരും എല്ലാവരും കൊടുത്തിരിക്കുന്നത്. ഇന്നിവിടെ സദസ്സിൽ വന്നപ്പോൾ വലിയൊരു സന്തോഷം തോന്നി. പഴയകാല ഓർമ്മകളെ തിരിച്ചു പിടിക്കുന്ന ചന്തയായി നാട് ഒന്നിച്ചിരിക്കുകയാണ്. പരിസര പ്രദേശത്ത് ആപാലവൃദ്ധം ജനങ്ങളും സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും ഒക്കെ ഒരു പഴയകാല മുക്കൻ ചന്തയോ അരീക്കോട് ചന്തയോ ഓർമ്മിക്കുന്ന രീതിയിൽ നാടൊന്നിക്കുന്ന ഒരു വേദിയായിട്ട് ഈ കൂട്ടത്തിന്റെ ഈ നാട്ടുചന്ത മാറിയിരിക്കുകയാണ്. വാർഡ് മെമ്പർ ഹസീന ബഷീർ അധ്യക്ഷയായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സവാദ് ഇബ്രാഹിം, നടുക്കണ്ടി അബൂബക്കർ, KPR സ്മാരക വായനശാല പ്രസിഡന്റ് മഞ്ചറ അഹമ്മദ് കുട്ടി, ടി റിയാസ്, കുന്നത്ത് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ സജ്ജാദ് ഹുസൈൻ മഞ്ചറ, പാറക്കൽ സാദിഖ് അലി, ടി അബ്ദുൽ അസീസ്, റഹീം വടക്കയിൽ, ഷൈജൽ നാരങ്ങാളി, ജാസിം തോട്ടത്തിൽ, അസീസ് കരിമ്പാലൻ കുന്നത്ത്, KP ഷാഹുൽ ഹമീദ്, ജി സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.